കാസർഗോഡ് മുള്ളേരിയയിൽ ഇന്നലെ ഒരു യുവ വൈദികൻ അതിദാരുണമായി മരണപ്പെട്ടു എന്ന വാർത്ത ഞെട്ടിക്കുന്ന ഒന്നുതന്നെയായിരുന്നു. വെറും 29 വയസ്സ് മാത്രം പ്രായമുള്ള മുള്ളേരിയ ഇൻഫന്റ് ജീസസ് ചർച്ചിലെ വികാരിയായ തലശ്ശേരി അതിരൂപതാംഗം ഇരിട്ടി എടൂർകുട്ടിലിൽ വീട്ടിൽ ഫാദർ മാത്യു കുടിലിലാണ് ഇന്നലെ അതിദാരുണമായി മരണപ്പെട്ടത്. ഇന്നലെ സ്വാതന്ത്ര്യദിനമായതുകൊണ്ട് തന്നെ രാവിലെ പള്ളിയിൽ പതാക ഉയർത്തലും മറ്റ് ചടങ്ങുകളുമെല്ലാം ഉണ്ടായിരുന്നു. പതാക ഉയർത്തിയ ശേഷം ഫാദർ തന്നെയാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തതും. എന്നാൽ പതാക ഉയർത്തിയ അതേ കൊടിമരം തന്നെ വൈകുന്നേരം അദ്ദേഹത്തിന്റെ ജീവനെടുക്കുകയായിരുന്നു. 1.5 വർഷം മുൻപാണ് ഫാദർ മുള്ളേരിയ ചർച്ചിലെ വികാരിയായി ചുമതലയേൽക്കുന്നത്. 2020 ഡിസംബറിലാണ് അദ്ദേഹത്തിന് വൈദിക പട്ടം ലഭിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ആ ദാരുണമായ അപകടം സംഭവിച്ചത്. 6 മണിയോടുകൂടി ദേശീയ പതാക താഴ്ത്താൻ തുടങ്ങവേ പതാക കെട്ടിയ കയറിൽ തന്നെ കുരുങ്ങുകയായിരുന്നു. തുടർന്ന് പതാക അഴിക്കാൻ സാധിക്കാതെ വന്നു. ഇദ്ദേഹത്തോടൊപ്പം സഹവികാരിയായ മുള്ളേരിയ ബെല്ലി സ്വദേശി സെബിൻ ജോസഫും ഉണ്ടായിരുന്നു. പതാക കിട്ടാതെ വന്നതോടെ ഇരുമ്പ കൊടിമരം 2 പേരും ചേർന്ന് ഇളക്കുകയായിരുന്നു. അതോടെ പതാക താഴേക്ക് വന്നെങ്കിലും കൊടിമരം ചരിഞ്ഞു നിന്നു. തുടർന്ന് കൊടിമരം പൊക്കിയെടുക്കാനായി 2 പേരും ചേർന്ന് ശ്രമിക്കുകയായിരുന്നു. കൊടിമരം പൊക്കിയതോടുകൂടി ഭാരം കാരണം തൊട്ടടുത്തുകൂടെ പോയിരുന്ന ഹൈടെൻഷൻ വൈദ്യുതി കമ്പിയിലേക്ക് ചെന്ന് പതിക്കുകയായിരുന്നു. ഇതോടുകൂടി ഇരുവരും ഷോക്കേറ്റ് തെറിച്ചു വീണു. തുടർന്ന് ഇരുവരെയും മുള്ളേരിയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഫാദർ മാത്യുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. കൂടെയുണ്ടായിരുന്ന സഹവികാരിയായ സിബിൻ ജോസഫിനെ പരിക്കുകളോടെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആദൂർ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. വൈദിക പട്ടം ലഭിച്ചതിനു ശേഷം ഇദ്ദേഹം ചെമ്പൻതൊടി, നെല്ലിക്കമ്പോയിൽ എന്നിവിടങ്ങളിൽ സഹവികാരിയായി ജോലി ചെയ്തിരുന്നു. തുടർന്നാണ് മുള്ളേരിയ ചർച്ചിൽ വികാരിയായി ചുമതലയേൽക്കുന്നത്. ചുമതലയേറ്റ ശേഷം പുത്തൂർ സെന്റ് ഫിലോമിന കോളേജിൽ MSWവിന് ചേർന്നിരുന്നു. കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥി കൂടിയാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിന്റെ മരണം ഒരു നാടിനെ തന്നെ നൊമ്പരത്തിൽ ആഴ്ത്തിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.